നറുക്കെടുപ്പ് പുരോഗമിക്കുകയാണ്. ഒന്നാം സമ്മാനം 12 കോടി രൂപ VB 135452 എന്ന നമ്പറിനാണ്. രണ്ടാം സമ്മാനം 1 കോടി രൂപ 6 പേർക്കുണ്ട്. BA 616453, BA 616453, BB 302070, BC 348224, BD 252972, BE 649598, BG 367998. രണ്ടാം സമ്മാനം 1 കോടി രൂപയാണ് 6 പേർക്ക്. മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപ വീതമാണ്. മൂന്നാം സമ്മാനം അത് 6 പേർക്കാണ് ഈ 10 ലക്ഷം രൂപ വീതം ഇതുള്ളത്. സാരംഗ് സുധാകരനിലേക്ക്. സാരംഗ്, ഇപ്പോഴും ഈ നറുക്കെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെയാണ് ഒന്നാം സമ്മാനം എവിടെയാണ് അടിച്ചതെന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഈ കരുനാഗപ്പള്ളി ഏജന്റാണെന്ന ഒരു ചെറിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായും. കാരണം ഇത്തവണ ഒന്നാം സമ്മാനം കേരളത്തിന്റെ കൊല്ലം ജില്ലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി വിറ്റിരിക്കുന്ന ടിക്കറ്റിലാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അനിൽ ഡി എന്ന വ്യക്തിയുടെ ഏജൻസിയിൽ നിന്നും വിറ്റ ടിക്കറ്റിനാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ പാലക്കാട് ജില്ലയുടെ ഒരു അപ്രമാദിത്യം എല്ലാ തവണയും ബമ്പർ ടിക്കറ്റ് ഒന്നാം സമ്മാനം ലഭിക്കുന്നതിൽ ഉണ്ടാകാറുണ്ട്. ഇത്തവണ അത് കൊല്ലം ജില്ലയിലേക്ക് ആ ഭാഗ്യം തേടിയെത്തിയിരിക്കുന്നു വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ തവണയും പാലക്കാട് ജില്ലയിൽ 1-2 സ്ഥാനം ലഭിച്ചിരുന്നു. അതിനു മുൻപ് ആലപ്പുഴയിലേക്കായിരുന്നു. ഇത്തവണ കൊല്ലത്തേക്കാണ് എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. മറ്റ് നമ്പറുകളും ഇപ്പോൾ, അതായത് ഒന്നാം സമാശ്വാസ സമ്മാനങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു അധികം പേരും ടിക്കറ്റ് എടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 12 കോടിയിൽ അപ്പുറത്തേക്ക് സമാശ്വാസ സമ്മാനമായി നിരവധി സീരീസുകളിലുള്ള നമ്പറുകൾക്ക് സമ്മാനം ലഭിക്കും. അത്തരത്തിൽ രണ്ടാം സമ്മാനം 1 കോടി രൂപ 6 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ VA 616453, രണ്ടാം സമ്മാനം 1 കോടി 6 പേർക്ക് ലഭിച്ചതിൽ ഇത്രയും നമ്പറുകൾ, അതായത് VA മുതൽ മറ്റ് സീരീസുകൾ VG വരെയുള്ള സീരീസുകളിൽ 6 ടിക്കറ്റുകൾക്ക് നമ്പറുകൾക്ക് ഈ തുക ലഭിക്കും. ഒപ്പം തന്നെ മൂന്നാം സമ്മാനമായ 10 ലക്ഷം രൂപ 3 പേർക്കാണ്, അതായത് 6 പേർക്കാണ് ലഭിക്കുക. അതും ഓരോ സീരീസ് വെച്ചിട്ടുള്ള നമ്പറുകൾക്ക് ലഭിക്കുകയും ചെയ്യും. എന്തിനായാലും ഇത്തവണ മറ്റ് ജില്ലകളെ എല്ലാം കടത്തിവിട്ടിക്കൊണ്ട് കൊല്ലം ജില്ലയിലേക്ക് ഒന്നാം സമ്മാനം എത്തിയിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, ഇത് കൊല്ലം ജില്ലയിലെ ആൾക്ക് തന്നെയാണോ ലഭിച്ചത് എന്ന കാര്യത്തിൽ ഒരു ചോദ്യം നിലനിൽക്കുന്നു. കാരണം കഴിഞ്ഞ തവണ എറണാകുളം, അതായത് ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർസ് ഒന്നാം സമ്മാനം ലഭിച്ച സമയത്ത് അത് എറണാകുളം ജില്ലയിൽ വിറ്റ ടിക്കറ്റ് വാങ്ങിയത് പക്ഷേ ആലപ്പുഴ ജില്ലക്കാരനായിരുന്നു. അത്തരത്തിൽ പുറമെ നിന്ന ഒരു ജില്ലക്കാരനാണോ അവിടെ എത്തി യാത്രാമധ്യേ മറ്റും വാങ്ങിയതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തേക്കടക്കം ബമ്പർ സമ്മാനം പോകുന്ന ഒരു ചരിത്രവും കേരളത്തിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ട്. പുറമെ നിന്നും ആൾക്കാർ വന്ന് ഭാഗ്യപരീക്ഷണം